നമസ്കാരം. കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 42, 47ാമത്തെ പാരഗ്രാഫിൽ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഫോർവേഡ് ടു ദി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ്സ് കമൻറ്റ് ഓൺ ദ എസ്റ്റിമേറ്റ് വിത്തിൻ 10 days ഓഫ് റെസിപ്റ്റ് ഓഫ് ദ എസ്റ്റിമേറ്റ്. 10 ദിവസത്തിനുള്ളിൽ ഫോർവേഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റിൻ്റെ ഭാഗമാണിത്. പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റിൻ്റെ 3ാമത്തെ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 48ാമത്തെ പാരഗ്രാഫ്, സ്ക്രൂട്ടിനി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ എസ്റ്റിമേറ്റ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. 48ാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ സബ് പാര, ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഗെറ്റ് ഫ്രം അക്കൗണ്ടൻറ്റ് ജനറൽ the actual of the previous financial year and the first 5 months of the current year. It will examine the estimate in the light of this figure and also remarks of estimating officers and administrative department with due regard to all relevant factors and make such modification in the figure as are in its opinion justified. ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 5ാമത്തെ ചാപ്റ്റർ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മലയാളം കൂടി ഞാൻ എൻ്റെ വെബ് പേജിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ് പേജ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ, ഓരോ പാരഗ്രാഫിലും ചോദിച്ച ചോദ്യങ്ങൾ ആ പാരഗ്രാഫിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ മലയാള ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ട്. അടുത്ത 44ാമത്തെ പേജ് എടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ്. 44ാമത്തെ പേജിലെ 51ാമത്തെ പാരഗ്രാഫ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാരഗ്രാഫ് അത്. 51-1, ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ദെൻ കറക്റ്റ് ദ എസ്റ്റിമേറ്റ്സ് വിത്ത് റെഫറൻസ് ടു ദി ഗവൺമെൻറ്റ്സ് ഫൈനൽ ഓർഡർ ആൻഡ് ഇൻകോർപ്പറേറ്റ് ദെയറിൻ ദ provision to be made for the Part 2 scheme. The budget document will be prepared. Budget document, these include, അത് വളരെ പ്രധാനപ്പെട്ടാണ്. 10 ഐറ്റം ഉണ്ട്. 10 ഐറ്റം നിങ്ങൾ ഒന്ന് ഒച്ചത്തിൽ വായിക്കുക, മനസ്സിലല്ല, അന്നേരം നമ്മളെ മെമ്മറിയിൽ അത് കയറും. 1, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ വേറൊരു പേര് ബഡ്ജറ്റ്. 2, ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് റവന്യൂ. 3, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ആൻഡ് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്. 4, എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഓൺ ദ ബഡ്ജറ്റ്. 5, അപ്പൻഡിക്സ് 1, അതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഡീറ്റെയിൽഡ് ഓഫ് സ്റ്റാഫ്, അതാണ് അപ്പൻഡിക്സ് 1. 6ാമത്തെ അപ്പൻഡിക്സ് 2, അതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഡീറ്റെയിൽസ് ഓഫ് വർക്ക്സ്. 7ാമത്തെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അണ്ടർ ഡെറ്റ് ഹെഡ്സ്. 8ാമത്തെ 5-year പ്ലാൻ പ്രോഗ്രാം ഫോർ ദ ഇയർ. 9, പെർഫോമൻസ് ബഡ്ജറ്റ്. 10, ഇവാലുവേഷൻ റിപ്പോർട്ട്. ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ 10 ഐറ്റമാണ്. 10 ഐറ്റം നിങ്ങൾ 3-4 പ്രാവശ്യം വായിക്കുക. അതും നമ്മുടെ മനസ്സിലുണ്ടാണ്. ഈ 51ാമത്തെ പാരഗ്രാഫിലാണെന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിന് ഡോക്യുമെൻറ്റ് കിട്ടും. ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും കിട്ടും. ബഡ്ജറ്റ് മാനുവലിൻ്റെ ലാസ്റ്റ് പേജിൽ ഇൻഡെക്സ് ഉണ്ടല്ലോ, അത് നോക്കിയാലും നമുക്ക് കിട്ടും. ഇത് ഏത് പേജാണെന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, പ്രശ്നമൊന്നുമില്ല. അടുത്ത 2ാമത്തത്, ഇതിൻ്റെ എല്ലാം ചോദ്യം, ഇത് പരീക്ഷയ്ക്ക് വന്നതെല്ലാം ഞാൻ ഈ 51ാമത്തെ പാരഗ്രാഫിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ 51-2, ദ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഓൺ ദ ബഡ്ജറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ നാച്ചർ ഓഫ് ദ വേരിയസ് ഐറ്റം ഓഫ് റെസിപ്റ്റ് ആൻഡ് expenditure included under each head and explain substantial variation between the budget estimate and the revised estimate of the current year and the budget estimate of the current year and coming year. The following statements are appended to the memorandum. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 11 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ 11 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ
ഒന്ന് വായിക്കുക. അതിൽ ആ 4-ാമത്തതും 5-ാമത്തതും 7-ാമത്തതും 8-ാമത്തതും 9-ാമത്തതും ഒന്ന് ശ്രദ്ധിക്കുക. 11 എണ്ണം സ്റ്റേറ്റ്മെൻറ്റ് അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതിൽ 3-ാമത്തത് പേജ് നമ്പർ 45 3-ാമത്തെ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇത് എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ നോട്ട് ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ആർ സബ്മിറ്റഡ് ടു ദി അസംബ്ലി ഇൻ ഫോം ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്. പരീക്ഷയ്ക്ക് വന്നതാണ് അത്. അടുത്ത പേജ് ശ്രദ്ധിക്കുക. അടുത്ത പേജിൽ ആദ്യത്തെ സെൻറ്റൻസ് ദ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് വിൽ ബി ഫോർ ദ ഗ്രോസ് എക്സ്പെൻഡിച്ചർ വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റിക്കവറീസ് ടു ബി അക്കൗണ്ടഡ് ആസ് റിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. അടുത്തത് അതിൻ്റെ കൂടെ തന്നെ എ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗവർണർ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നതാണ്. എ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗവർണർ. അടുത്ത് 52-ാമത്തെ പാരഗ്രാഫ് എസ്റ്റിമേറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് യൂണിയൻ സബ്ജക്റ്റ്. 52 1 ഏജൻസി സബ്ജക്റ്റ് ഈസ് എ സബ്ജക്റ്റ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. അതിൽ 2-ാമത്തത് അതും പരീക്ഷയ്ക്ക് വന്നതാണ് ഏജൻസി സബ്ജക്റ്റ്. 2-ാമത്തത് 52 2 ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഡ് അറ്റ് പ്രസൻറ്റ് ദ ഫോളോവിങ് സബ്ജക്റ്റ് ആസ് ദ ഏജൻറ്റ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 52 2 1 രജിസ്ട്രേഷൻ ആൻഡ് സർവൈലൻസ് ഓഫ് ഫോറിനേഴ്സ്. വിദേശികളുടെ രജിസ്ട്രേഷനും അവരുടെ നിരീക്ഷണവും. 2 ഡിപ്പോർട്ടേഷൻ ഓഫ് ഫോറിനേഴ്സ്. വിദേശികളെ നാട് കടത്തൽ. 3 ഇൻഡോ പാകിസ്ഥാൻ പാസ്പോർട്ട് ഇൻഡോ ബംഗ്ലാദേശ് പാസ്പോർട്ട് വർക്ക്. 4 പേയ്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ പെൻഷൻ ഫ്രം സെൻട്രൽ റവന്യൂ. 5 അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ ആക്ട് സച്ച് ആസ് എക്സ്പ്ലോസീവ് ആക്ട്, പെട്രോളിയം ആക്ട്, ഇന്ത്യൻ ആംസ് ആക്ട്, റൈസ് മില്ലിംഗ് ഇൻഡസ്ട്രി റെഗുലേഷൻ ആക്ട് എറ്റ്സെട്ര. ഇത് 47-ാമത്തെ പേജ് ശ്രദ്ധിക്കുക. പെർഫോമൻസ് ബജറ്റ് എന്ന് വായിക്കാം. ഷോർട്ട് ഹിസ്റ്ററി. ഇൻ ജാനുവരി 1968 ഇത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ദ ഇൻട്രഡക്ഷൻ ഓഫ് പെർഫോമൻസ് ബജറ്റ് ബോത്ത് അറ്റ് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് ഇൻ കേരള ശ്രദ്ധിച്ച 2-3 ലൈൻ കഴിഞ്ഞിട്ട് ഇൻ കേരള ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് വാസ് മെയ്ഡ് ഇൻ 1970-71 സാമ്പത്തിക വർഷമാണ്. പരീക്ഷയ്ക്ക് വന്നതാണ് ഒരുപാട് പ്രാവശ്യം. വെൻ ദ പെർഫോമൻസ് ബഡ്ജറ്റ് ഓഫ് ദ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ് ആൻഡ് റോഡ്സിലാണ് ആദ്യമായിട്ട് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് നടന്നത്. അതിലത്തെ സിഗ്നിഫിക്കൻ്റ് ഓഫ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ്, അതിൻ്റെ പ്രാധാന്യം, പെർഫോമൻസ് ബഡ്ജറ്റിൻ്റെ പ്രാധാന്യം. അതിൽ 5-6 ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് ബഡ്ജറ്റിംഗ് മീൻസ് ഈസ് എസെൻഷ്യലി എ ടെക്നിക് ഓഫ് പ്രസൻറ്റിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ടേംസ്, ദസ് എനേബിളിംഗ് ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെർഫോമൻസ് ബഡ്ജറ്റിംഗ് ഈസ് എസെൻഷ്യലി എ ടെക്നിക് ഓഫ് പ്രസൻറ്റിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ഗവൺമെൻറ് ഇൻ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ടേംസ്, ദസ് എനേബിളിംഗ് ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ബഡ്ജറ്റ് ഓഫ് ദ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത പേജ് ശ്രദ്ധിക്കുക. അടുത്ത പേജിൽ ഫസ്റ്റ് ലൈൻ ഇൻ ഷോർട്ട് ദ പെർഫോമൻസ് ബഡ്ജറ്റ് പ്രൊവൈഡ്സ് എ മീനിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ മീനിങ് പെർഫോമൻസാണ് കാണിക്കുന്നത്. മീനിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റി ഓഫ് ദ ഗവൺമെൻറ്. അടുത്തൊരു 3-ാമത്തെ സ്ട്രക്ചർ ഓഫ് ദ പെർഫോമൻസ് ബഡ്ജറ്റിൽ ഏറ്റവും താഴെ പാർട്ട് 3 ഓഫ് ദ ബഡ്ജറ്റ് ഈസ് കൺസേൺ വിത്ത് ദ എക്സ്പ്ലനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. അടുത്ത പേജിൽ 49-ാമത്തെ പേജിൽ ലാസ്റ്റ് സെൻറ്റൻസ് ഇവാലുവേഷൻ റിപ്പോർട്ട് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ സെലക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ടു ലെജിസ്ലേറ്റർക്ക് ഇവാലുവേഷൻ റിപ്പോർട്ട് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ സെലക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ പ്രിപ്പയർഡ് ചെയ്ത് അത് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത് നിയമസഭയിൽ
പ്രസൻറ്റ് ചെയ്യണം. ഈ സെക്ഷൻ കഴിഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇൻഡെക്സും വെറുതെ ഒന്ന് നോക്കുക. ഇതെല്ലാം ഇൻഡെക്സ് പേജിലും കാണും. പെർഫോമൻസ് ബഡ്ജറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡെല്ലാം അതിൽ കാണും. അന്നേരം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊരു ടെക്സ്റ്റ് പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പമാണ്. ഇത് വലിയ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിത്ത് ബുക്ക് ആയതുകൊണ്ട് നമ്മൾ നോക്കി എഴുതലാണ്. ഈ പാഠത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വെബ് പേജിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകം വായിച്ച്, ഞാൻ പറഞ്ഞതൊന്ന് വായിച്ച് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ ഏത് പേജിലാണ്ട് നോക്കി എഴുതാം, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ചെയ്യാം. നോക്കി എഴുതിയാൽ എളുപ്പം. വിത്ത് ബുക്കാകുമ്പോൾ നോക്കി എഴുതല്ലേ, അതാണ് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ.